പാൽ പോലെയാണ് പ്രേമം. നേരത്തോട് നേരം കഴിഞ്ഞാൽ പുളിക്കും, പിരിയും, വിഷമാകും. ആ വിഷമാണ് മാധവൻ തുളസിക്ക് നൽകിയത്. പക്ഷേ തുളസി മരിച്ചില്ല. അവൾ മീരയായി, മീര സാധുവായി. മാധവനെ പ്രേമം കൊണ്ട് കൊന്നു. പ്രേമവും പ്രേതവും തത്വത്തിൽ ഒന്നാണ്. കുഴിമാടങ്ങൾ തകർത്ത് അനുയോജ്യ ശരീരത്തെ ആവേശിക്കാൻ വീണ്ടും അത് വ്യഗ്രതപ്പെടും. പ്രണയത്തിന്റെ ആദ്യ നാളുകളിൽ നോട്ടം കൊണ്ട് തന്നെ സുന്ദരിയാക്കിയവൻ, സ്പർശനം കൊണ്ട് തന്നെ ദേവതയാക്കിയവൻ, അതിലൂടെ തന്റെ ഹൃദയം കവർന്നെടുത്തവൻ, തന്റെ ശരീരത്തിന്റെ അവസാനത്തെ സുഖവും കട്ടെടുത്തു എന്ന് ഉറപ്പിച്ചതിന് ശേഷം അവളെ അവഗണിക്കാൻ തുടങ്ങുന്നു. അവൻ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി യാത്രയാകുന്നു. പരാതിപ്പെടുമ്പോൾ ഭിക്ഷ നൽകുന്ന പോലുള്ള ചുംബനത്താലും ഒത്തുതീർപ്പുകൾ പോലുള്ള രതിയിലേർപ്പെട്ടുകൊണ്ടും അവരുടെ പ്രണയം ക്രമേണ വിസ്മരിക്കപ്പെടുന്നു. സ്നേഹിക്കപ്പെടാതെ ഭോഗിക്കപ്പെടുന്നതിനേക്കാൾ വലിയൊരു മുറിവ് സ്ത്രീക്ക് വേറെന്തുണ്ടാകാൻ. അപ്പോഴും മീര പറഞ്ഞു, ഞാൻ അയാളെ പ്രേമിക്കും, കൈപ്പാർന്ന വെറുപ്പോടെ പ്രേമിക്കും. അയാളെ തകർക്കാൻ തുളവീണ ഹൃദയത്തിൽ പകയുടെ സ്പന്ദനം കാത്തുവയ്ക്കും. അസ്ഥി അടരുന്ന വേദന വമിപ്പിക്കും. മരണപര്യന്തം ഞാൻ അയാളെ നായാടും. വീണ്ടും ഒരു സ്ത്രീയെ ചുംബിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ഛിന്ന ഭിന്നമാകും. തീർച്ചയായും വായിക്കുക KR മീരയുടെ മീര സാധു.